തന്തരികിടത നമുക്കുള്ള പങ്കുത. പൂച്ചാണ്ടി വേഷക്കാർ ഇത് കാണരുത്. കഴിഞ്ഞ ദിവസം ITV ന്യൂസ് നൽകിയ പിശാചിന്റെ ചട്ടുകങ്ങൾ എന്ന തലക്കെട്ടോടെ A.V. തോമസ് അച്ചായനുമായി ഉള്ള ഒരു അഭിമുഖം ഞങ്ങൾ നൽകുകയുണ്ടായി. ഇത് കണ്ട മാർത്തോമാ സഭാംഗമായ രാജനച്ചായന്റെ പ്രതികരണം കണ്ടാലും. നമ്മുടെ A.V. തോമസ് അദ്ദേഹം ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അതെ, അതുപോലുള്ള വീഡിയോകൾ വല്ലപ്പോഴും ഒക്കെ വരണം നമ്മുടെ ചാനലിൽ. അപ്പൊ നമുക്കത് അതിന്റെ അതായത് ആത്മീയമായിട്ടുള്ള നമുക്കറിയാൻ വയ്യാത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഏറെ ഉപകാരപ്രദമാണ്. അത് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയാണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിളിച്ചപ്പോ പിന്നെ അതുകൂടെ ഞാൻ പറയുക. പിശാചിന്റെ ചട്ടുകൾ എന്നാണ് ഇവന്മാരെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതെ, ആ ചട്ടുകങ്ങൾ തന്നെയാ. അല്ലാതെ പിന്നെ ഇപ്പം ലോകം ഇവന്റെ സാത്താന്റെ കയ്യിലല്ലേ. അപ്പം പിന്നെ എഫേസ്യ ലേഖനത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, പിന്നെ തടുക്കുന്നവൻ വഴി നിൽക്കുക, അവൻ മാറിക്കഴിഞ്ഞാലെ കൊണ്ട് ഇവന്റെ ഭരണമാകും ഇവിടെ. ഇനിയൊന്നും ആത്മീയമൊന്നും നമുക്ക് ഇവിടെ നിന്നും നമുക്ക് പിന്നെ അതായത് പിന്നെ ഞങ്ങളെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഇടവകയിൽ നിന്നും അച്ഛനും പിന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ വന്നിട്ട് ഈ വഞ്ചി പിന്നെ ഓരോ വീടുകളിലും കൊടുക്കുക. അല്ലെങ്കിൽ ഉണ്ടി എന്ന് പറയും തമിഴില്. അപ്പൊ അത് ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനായി ഇപ്പൊ ഇത് പണ്ട് കാലത്ത് പിടിയരിയും നുള്ളരിയും ഒക്കെ കൊടുത്ത് വഞ്ചിയിലെ പൈസ ഒക്കെ ഇട്ട് കൊടുത്ത് ഇടവകയുടെ ദൈനംദിന സന്ധാരണത്തിനായിട്ട് മനുഷ്യൻ സഹകരിച്ചിരുന്നു. ഇന്ന് സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും അതായത് ആഴ്ചയിൽ ഏറെക്കുറെ ചില ആഴ്ചകളേ ഉള്ളൂ പിരിവില്ലാത്ത, ഓരോ പേര് കൊടുത്ത് പിരിവെടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ വഞ്ചി എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനല്ല പറഞ്ഞത്, പിന്നെ കണക്കനാ പറഞ്ഞത്, സുവിശേഷത്തിനുള്ളതാണെന്ന്. ഞാൻ പറഞ്ഞു ഈ കാശുകൾ മൊത്തം മെത്രാന്റെ ചെന്നാവും പൂട്ടടിക്കുകയുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അച്ഛനും അങ്ങ് ചിരിച്ചു. എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ തെറ്റില്ല. കാര്യം പിന്നെ ആരാധന സംബന്ധിയായിട്ട് സൺഡേ സ്കൂള്, സേവിയ സംഘം, അല്ലെങ്കിൽ യുവജന സഖ്യം, പിന്നെ കാരുണ്യ പ്രവർത്തനം, ഇങ്ങനൊക്കെ ആയിട്ട് ആരാധന രീതിയിലല്ല ഇപ്പൊ ഇടവകകൾ പോകുന്നത്. ലോകപരമായ രീതിയിൽ ഓണം വന്നാലെ കൊണ്ട് ഞാൻ അച്ഛനോട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചോദിച്ചു, ഈ മഹാബലിയുടെ കൊടി പള്ളിയിൽ ഉയർത്തിയിട്ട് ആർപ്പോ വിളിയും മറ്റു വലിയ കോലാഹലങ്ങൾ അങ്ങനെ നടന്നു. അച്ഛൻ വന്നപ്പോ ഞാൻ ചോദിച്ചു, അച്ഛനെ ഉയർത്തിയോ? ഞാൻ ഉയർത്തിയില്ല. ഞാൻ പറഞ്ഞ ഗ്രൂപ്പിലുണ്ടായിരുന്നല്ലോ ഫോട്ടോ. ഞാൻ പറഞ്ഞു ഈ കൈ കൊണ്ട് തന്നെയല്ലേ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യേണ്ട കുർബാന പാത്രം എടുക്കേണ്ടതെന്ന് ചോദിച്ചു. അച്ഛനൊന്നും മിണ്ടിയില്ല. അപ്പൊ ഈ ഉണ്ടി ഞാൻ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞു. ആ ടിന്നിവിടെ കിടപ്പുണ്ട്, ഞാൻ ഇട്ട് കൊടുത്തില്ല. അങ്ങനെ ഇടവകയിലെ ഇല്ല, വേറെ ഇടവകളിലൊക്കെ ആൾക്കാർ പറഞ്ഞു ഇത് തെറ്റില്ലെന്ന് പറഞ്ഞു. അതായത് സത്യം പറഞ്ഞാൽ ഈ കുപ്പായ തൊഴിലാളികൾക്ക് പോലും ഇവന്മാര് സാത്താന്റെ ചട്ടുകങ്ങളാന്ന് സത്യം പറഞ്ഞാൽ ഇവന്മാർക്ക് പോലും തിരിച്ചറിയത്തില്ല. ഇവന്മാര് പോലും തെറ്റിദ്ധരിച്ചേക്കുന്നത് ഇവന്മാരെന്തോ ദൈവമായിട്ട് ബന്ധപ്പെട്ട പരിപാടി ചെയ്യുന്ന പണിക്കാരന്മാരാണെന്നല്ലേ അല്ലേ? ഇതിപ്പോ അവർക്ക് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ദൈവത്തിന്റെ പിന്നെ മഹത്വം വെളിപ്പെടുത്തണം. പിന്നെ അതായത് മാർത്തോമാ സഭയുടെ ആപ്തവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓരോ മാർത്തോമാക്കാരനും ഒരു സുവിശേഷകരാകണമെന്നാണ്. അതുപോലെ പിന്നെ ഈ ഉണ്ടിക്കകത്ത് പിരിക്കണം. അല്ല, ഇപ്പൊ വന്ന് നവീകരണം എന്ന് പറഞ്ഞ ഇന്ന് മറ്റുള്ള പൗരോഹിത്യ സഭകളെക്കാളും ഏറ്റവും കൂടുതൽ ആഡംബരവും ഏറ്റവും ഇതുപോലുള്ള അനാചാരങ്ങളും പിന്നെ നവീകരണം എന്ന് പറഞ്ഞത് പണ്ട് കാലത്ത് നല്ല ഉദ്ദേശത്തോടു കൂടി സ്ഥാപിച്ച സഭകളായി ഇതൊക്കെ. പക്ഷെ ഈ കാലത്ത് വന്നപ്പോൾ പിശാചിന്റെ ലക്ഷണങ്ങളാണ് മെത്രാനായാലും എല്ലാവരും കാണിക്കുന്നത്. ഈ മെത്രാന്മാർക്കൊന്നും ദയയില്ലാത്തവരാ. മാരേജൊക്കെ ഒരു കാര്യമായിട്ട് അത് ഏത് സഭയാണെങ്കിലും ഒരു സാധാരണക്കാരൻ ചെന്നാൽ അവന് നീതി കിട്ടത്തില്ല. തോമസ് അച്ചാൻ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞ പോലെ സാത്താന്റെ ചട്ടുകങ്ങൾ എന്നല്ല ഇവന്മാരെ ശരിക്കും വിശേഷിപ്പിക്കാവുന്നത്. ഇവന്മാരെ ശരിക്കും ദൈവമാണോ ഉപയോഗിക്കുന്നത്, സാത്താനാണോ യഥാർത്ഥത്തില്? ദൈവമല്ല, ദൈവത്തിന്റെ കരങ്ങളിലല്ല ഇവര് നിൽക്കുന്നത്. സാത്താന്റെ പണിയാളുകളാ. പിന്നെ സാത്താന്റെ പണിയല്ലേ ചെയ്യുന്നേ. കരുണയില്ലാത്തവരാ ഇവര്. സ്നേഹം പറയുന്നതേ ഉള്ളൂ, പ്രവൃത്തി പദത്തിലാണ് സ്നേഹം കാണിക്കേണ്ടത്. കർത്താവ് പറഞ്ഞെന്താ, നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെ അല്ലെ കൂട്ടുകാരനെ സ്നേഹിക്കാന്നില്ലയോ? ഇത് സ്നേഹം ഇവിടെ കിടക്കുന്നത്. എങ്ങനെ അധികാര അങ്ങാടിയിൽ വന്ദനം, അത്താഴത്തിൽ പ്രധാന സ്ഥലം, പള്ളിയിൽ മുഖ്യാസനം, ഇതാണ് മത്സരം. ഇയാൾ തന്നെ ഞങ്ങളുടെ ഇവിടെ ഒരുത്തൻ ആകെ പ്രാണ അവനെ പ്രസിയാക്കണമെന്ന് ആൾക്കാർ സമ്മതിച്ചില്ല. എന്തായാലും അവനിപ്പോ സെക്രട്ടറിയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ പറയുവാ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് നമ്മുടെ ഈ മാർത്തോമാ സഭയെന്ന് തന്നെയല്ല, എല്ലാ സഭകളിലും കത്തോലിക്കയിലും ഉണ്ട് ഇത്.
ഇന്ന് ശ്രദ്ധിച്ചാൽ കാണാം, ഇന്ന് ഏത് സഭകളാണേലും ഇതുപോലുള്ള ഈ കറക്ക് കമ്പനികളും ഈ കത്തനാരും മെത്രാനും അടങ്ങുന്ന ഒരു കോക്കസ് ആണ് ഇന്ന് എല്ലാ പള്ളികളിലെയും ഭരണം അത് പിടിച്ചെടുത്ത്. ഈ നമ്മുടെ ഈ പൗരോഹിത്യ സഭകളിൽ മാത്രമല്ല, ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങളിലും അത് തന്നെയാണ്. അപ്പോഴും ഈ അധികാര സ്ഥാനത്തോടെ നിൽക്കുന്നവന്മാരും അതിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു കോക്കസും. അതെ, ബാക്കി അവര് സത്യം ഏതാണ് ഈ ചേർന്ന് നിൽക്കുന്നവർ തിരിച്ചറിയുന്നില്ല. ഇടവകയിലെ, അത് ഇടവകയായിക്കോട്ടെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, 95% യഥാർത്ഥ വിശ്വാസികൾക്കും ഇതിനകത്തുള്ള തട്ടിപ്പെടുത്തൽ ഇവർക്ക് ഇതിനോട് താല്പര്യമില്ല. ഇവന്മാർ ചോദിക്കുമ്പോൾ കൊടുക്കുക, അവന്മാരുടെ കാര്യം നോക്കി പോവുക. ഈ 5% താഴെയുള്ളവന്മാരുടെ ഒരു തൊഴിലുറപ്പ് പരിപാടിയും ഇവന്മാരാണ് ഇതിന്റെ ഗുണഭോക്താക്കള്. ആണോ? ഇപ്പൊ ഞാൻ പിന്നെയും പറയുന്നത്, നിങ്ങൾക്ക് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമൂനെയും സേവിപ്പാൻ കഴിയുകയില്ല. അപ്പൊ നിങ്ങൾ ആരാധന നടത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഈ ഓണം ആഘോഷിക്കുന്നു. അത് വീടുകളിൽ നമുക്ക് ഓണമുണ്ടല്ലോ, ഏതൊരു മലയാളിക്ക് ഓണമുണ്ട്. അത് പള്ളിയിൽ എന്തിനാ ആരാധിക്കുന്നത്? അപ്പൊ പള്ളിയിൽ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രവും പറയേണ്ട പള്ളിക്കകത്ത് ആർപ്പോവിളിയാ. ഇതിനകത്ത് ഇവന്മാര് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവന്മാരുടെ ഈ പരിപാടികളിലൂടെ ഇതിനകത്തൊന്നും ഒരു ആത്മീയതയില്ല. ഇതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ഇത് വീടുകളിൽ ഇരുന്ന് എല്ലാവരും കുടുംബസമേതം ദൈവത്തെ വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ, എന്റെ ഭവനം എന്റെ ആലയം എന്ന് ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചാൽ ഇവന്മാരുടെ ഈ കച്ചവടം തീർന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പരിപാടി. ഈ അന്ത്യോക്യയിൽ വെച്ച് ഈ സഭ രൂപാന്തരപ്പെട്ട സമയം തന്നെ സാത്താന്റെ ബുദ്ധിയിൽ ഉദിച്ചതാണത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. ഇന്നയിടത്ത് സിംഹാസനത്തിനായിരിക്കുന്ന ആരൂഢനായിരിക്കുന്ന മാർത്തോമാ ശ്ലീഹാ ആരൂഢനായിരിക്കുന്ന ഈ വാക്കുകളെന്നൊക്കെ പറഞ്ഞ എന്ത് ഘനഗംഭീരമായ വാക്കുകളാണെന്ന് അറിയാമോ? എന്നിട്ട് അതിൽ ഇരിക്കുന്ന ആരാ? ചിരി അതല്ല. എന്നിട്ട് ഇപ്പം വന്ന് ഇതിലായിരിക്കുന്നവൻ ആരാ? അതായത് ഈ മറ്റേ കശാപ്പുമായിട്ട് നടന്നു, പിടിച്ചുപറിയുമായിട്ട് നടന്നവന്മാരൊക്കെ ഇന്ന് അതേ ആരൂഢനായിരിക്കുന്ന പിതാക്കന്മാരാണ്. ഡോക്ടർ രവി സക്കറിയ അയാള് പിന്നെ അങ്ങനെ അതേസമയം യോഹന്നാന്റെ കാര്യം കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. ആ മനുഷ്യനെ അയാൾ ഓടി നടന്ന് ലോകം മൊത്തം പിടിച്ചു. നിന്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തിയിട്ടല്ലയോ കൂടെ നടന്നവർ ഇയാളെ കൊല്ലുകയോ ചെയ്തു. അതുകൊണ്ട് അയാളെ റോഡ് സമാധിയാക്കി, സ്റ്റിക്കറാക്കി റോഡില്. പിന്നില്ലയോ? അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. ഇപ്പൊ ഈ ലോകത്ത് ഈ ആധുനിക ചിന്തകളേ ഉള്ളൂ. ദൈവം എന്ന് പേരില്ല. ആ ദൈവത്തിന്റെ പേരിലാണ് ഇപ്പൊ ജീവിതം കൊണ്ടു നടക്കുന്നത്. എങ്ങനാ? നിങ്ങൾ ലോകമെങ്ങും പോയി എന്റെ സാക്ഷികളായിരിക്കുന്നത്. സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ. ഏലിയാവ് നടന്നു പോയി പല പ്രാവശ്യം ഒരു വഴി കൂടെ നടന്നു പോയപ്പം ഒരു വീട്ടിൽ കയറി വെള്ളം ചോദിക്കുമായിരുന്നു, അവിടെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഒടുവിലെ ആ സ്ത്രീ തന്നെ ഭർത്താവിനോട് പറഞ്ഞു, ഇയാളൊരു ദൈവപുരുഷനാണെന്ന് തോന്നുന്നു, ഹല്ലേലൂയ, ദൈവപുരുഷനാണെന്ന് തോന്നുന്നു, ഇയാൾക്ക് നമ്മൾക്കൊരു മുറി പണിത് കൊടുക്കാം, വന്ന് കിടന്ന് വിശ്രമിച്ചിട്ട് പൊക്കോട്ടെ എന്ന്. അപ്പൊ അദ്ദേഹത്തെ കണ്ട്, നിന്നെ കാണുന്നവര് നീ ദൈവമുള്ളവനാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് നീ പറയിപ്പിക്കണം. അതുണ്ടോ? ഇവന്മാരെ കണ്ടാൽ എന്തെങ്കിലും ഒരു ദൈവാംശം നമുക്ക് കാണാൻ പറ്റുമോ? പറ. ഒരു ദൈവാംശവും ഇല്ല. എല്ലാം കൊണ്ടുപോവാ എന്നുള്ളതേ ഉള്ളൂ. താന്നേ ഉള്ളൂ. ഇന്നാന്ന് പറയുന്നില്ല. പോർട്ടെ കൊണ്ടുപോവാ. അടൂർ പാസി പണ്ടൊരു സിനിമ ഞാൻ കണ്ട. അടൂർ പാസി ഇവൻ 3-4 പേര് കൂടി മോഷ്ടിക്കാൻ പോയിട്ട് വന്ന് മോഷണം മുതൽ വീതിക്കുക. വീച്ചോട്ട് അടൂർ പാസി വയറ്റിലടിച്ചോണ്ട് വയറ്റിലടിച്ചോണ്ടാ പറയുന്നത്. തന്തരികിടതാ നമുക്കുള്ള വക്കുക. ഇതാണ് ഇന്നത്തെ കാലം. അല്ല, ശരിക്കും ഇത് തന്നെയല്ലേ സഭകളിൽ നടക്കുന്ന? മെത്രാൻ ഈ പാതിരികൾ പറഞ്ഞതല്ലേ? ഒരു പ്രായമായ ഒരാൾ ചെന്നില്ലെങ്കിൽ എന്തു പറ്റി? എന്താ കാര്യം? ഈ പണക്കാരുടെ വീടുകളോട് ചേർന്ന ഇവരൊക്കെ പോകുന്നത്. പണക്കാരന്റെ വീട്ടിലേ പോകൂ, പണക്കാരന്റെ ഭക്ഷണമേ കഴിക്കൂ. നമ്മുടെ വീടുകളിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാന്ന് പറഞ്ഞാൽ താല്പര്യപ്പെടത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാലമാണിത്. ഇവര് ബഹുമാനം ആഗ്രഹിക്കുന്നു, മനസ്സിലാക്കണം. ശരിക്കും ഇവന്മാരെ കാണുമ്പോൾ വിശ്വാസികൾ മനസ്സിൽ ഓർക്കേണ്ടത് പഴയ പറഞ്ഞ അടൂർ ബാസിയുടെ ഡയലോഗാ, തന്തരികിടത എനിക്കുള്ളതാ. ഒരു ആചാരം പറഞ്ഞു, 2 വയറ്റിട്ടടിച്ചോണ്ടാ മതി. വയറ്റിട്ടടിച്ച് പാട്ട് പാടുന്നവരെ കണ്ടിട്ടില്ലേ ട്രെയിനിലൊക്കെ? ഇപ്പൊ കുറവാ. പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ട്രെയിനിൽ. അപ്പൊ തന്തരികിടത നമുക്കുള്ള പങ്കുത എന്ന് മറ്റേ കള്ളന്മാരോട് പറയുവാ. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇന്ന് ഈ സഭകളിൽ നടക്കുന്നത്. അത് ഒരു സഭയെന്നില്ല, എല്ലായിടത്തും. ഒരു കത്തോലിക്കനോട് ചോദിച്ചാൽ പറയാ, എന്താ വെച്ചാൽ മുടിഞ്ഞ പിരിവാന്ന് പറയുന്നു ഈ കത്തോലിക്ക സഭകളിൽ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുവോ?
കേൾക്കും. അയ്യോ, നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ കുടുംബസമേതം അല്ലെ നമ്മൾ ഏകാഗ്രമായി നമ്മുടെ വീടുകൾ നമ്മുടെ ഭവനങ്ങൾ ദേവാലയമായി നമ്മൾ മാറി അവിടെ സന്തോഷവും സമാധാനവുമായിട്ട് നമ്മൾ ജീവിച്ചാൽ ഈ പൈശാചികന്മാരുടെ ഇവന്മാരുടെ ഇവന്റെ ഈ പൃഷ്ഠം കണ്ടോണ്ട് നോക്കി പള്ളികളിൽ തിരിഞ്ഞു നിന്ന് ഇവന്റെ ചന്തിയിലോട്ട് നോക്കി നമുക്ക് ദൈവം തമ്പുരാൻ അപ്പുറത്ത് ഉണ്ടെന്ന് ഇവന്മാർ പറയുന്നുണ്ടെങ്കിലും ദൈവം തന്നെ ഇവന്മാരുടെ ഈ പൈശാചിക കേന്ദ്രങ്ങളിൽ വസിക്കുന്നുണ്ടോ? നമുക്ക് ഈ മൊണ്ണാക്ക് എന്ന ബോധം വരുന്ന ചായ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ഒരു വ്യക്തി അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മുഖത്തേക്ക് ഏതൊരുവൻ, അത് കുടുംബമായിട്ടായാലും ഒറ്റയ്ക്കാണ് കൂടുതൽ അതിന് പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പോകുന്ന വഴി, നടക്കുന്ന വഴി എല്ലാം സ്തോത്രം. പിന്നെ സൂര്യന്റെ ഉദയം മുതൽ പിന്നെ അസ്തമനം വരെ യഹോവയെ സ്തുതിപ്പീൻ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പ്രാർത്ഥനയിലായിരുന്നാലെ കൊണ്ട് പ്രത്യേക ഉപവാസമൊന്നും എടുക്കണ്ട. ഈ ഉപവാസം എന്ന് പറയുന്നത് തന്നെ ധനാഗമന മാർഗമാണ്. എന്നിട്ട് പിടിച്ചെടുത്തിട്ട് അതുകൂടി ഇങ്ങോട്ട് ഈ പറഞ്ഞ മെത്തേഡ് തന്നെ തന്തരികിട എനിക്കുള്ളതാ, നീ കഴിക്കാതെ അതുകൂടി ഇട്ടിട്ട് പോകാനല്ലേ ഇവർ പറയുന്നത്. അതാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് സേവിങ് ഇല്ലാത്ത എവിടെ മാർക്കറ്റിലോ അവിടെ ബസ്സിലോ ഒക്കെ പോയിട്ട് വരുമ്പോ 5ഉം 10ഉം ഒക്കെ ആയിട്ട് ചില്ലറ വരുമല്ലോ. അത് നമ്മൾ ഇവിടെ കൊണ്ട് വിടുക. അത്യാവശ്യം വരുമ്പോ സാധാരണക്കാരന്റെ വീടുകളിൽ ഈ ചില്ലറ നോക്കുക, ചില്ലറ ഉണ്ടോ നോക്കാം, നമ്മുടെ എന്തെങ്കിലും കാര്യം സാധിക്കും. അതുകൂടെ ഇവിടെ വെച്ചേക്കല്ല, മനസ്സിലാക്കണം. ആ ചില്ലറ കൂടെ നിന്റെ വീട്ടിൽ വേണ്ട, അത് ഞങ്ങൾക്ക് തന്നേരുന്നുള്ളതാണ്. എടാ, നീ നേരം വെളുത്ത് ഇറങ്ങി നാട്ടിൽ നല്ല പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഒരു ദാഹിക്കുന്നതിന് വെള്ളം കൊടുത്താൽ സുവിശേഷമാ, വസ്ത്രം കൊടുത്താലെ കൊണ്ട് സുവിശേഷമാ. ഞാൻ രോഗിയായിട്ട് കിടന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. ഞാൻ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ ബന്ധനത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ, കർത്താവേ നീ എപ്പോഴാ ഇങ്ങനൊക്കെ നടന്നെന്ന് ഞങ്ങൾക്കറിയില്ലടാ. അന്നേരം ആ കർത്താവ് പറയുന്ന, ഈ എളിയവന് ചെയ്തതൊക്കെയും നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. അതിനെ പിന്നെയും പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അന്നത്തെ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ഇവിടെ എളിയവനെ ആരാദരിക്കുന്നു? എളിയവന്റെ ഒരു കാര്യം വന്നാൽ ആരിടപെടുന്നു? അവൻ പള്ളിക്കൊന്നും കൊടുക്കത്തില്ല, പള്ളി വീട്ടില്ല, തങ്ങയിൽ തീർന്നു. പക്ഷെ അങ്ങനത്തെ കൊണ്ട് അവന്റെ വരുമാനം അവിടെ ചെല്ലുന്നുമുണ്ട്. ആ മാസവരിയും കൊടുക്കണം, ആദ്യബലം കൊടുക്കണം, ക്രിസ്തുമസിന് വന്നാൽ അതും കൊടുക്കണം. ഞാൻ ഈ ഇടയ്ക്കൊന്നും അങ്ങനെ പൈസ കൊടുക്കാൻ നിൽക്കത്തില്ല, ആവശ്യമെങ്കിൽ കൊടുക്കുമേ. പിന്നെ മാസവരി കൊടുക്കും, പിന്നെ ആദ്യബലം, പിന്നെ ക്രിസ്മസിന് 50 പേരൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ അപമാനിക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. അത് കൂടുതൽ കൊടുക്കാൻ നമ്മളിൽ എവിടെ ഇരിക്കുന്ന ഞാൻ അന്ന് 71 വയസ്സുള്ള ദിവസനാ. ഞാൻ എന്തോ പണി ചെയ്തിട്ട് വേണം കൊടുക്കാൻ. എടാ, പ്രായമൊന്നും നോക്കണ്ടേ? അപ്പൊ ഇങ്ങനൊക്കെയുള്ള രീതികളാ. ട്രസ്റ്റ് എന്നോട് ചോദിച്ചു, അച്ഛനെ പള്ളി കാണാം, എടാ എനിക്ക് വല്ല അസുഖം ഉണ്ടോ, നീ തിരക്കുമെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ വേണ്ടിയില്ല. അതേസമയം അച്ഛന്റെ പേരിൽ ഉണ്ടോന്ന് ചോദിക്കാൻ പറഞ്ഞില്ലല്ലോ. ഉണ്ടെങ്കിൽ ആദ്യം എന്റെ അടുത്തേ വരൂ. എങ്ങനാ 10 പുത്തനുള്ളവരാന്ന് പറഞ്ഞാൽ ആദ്യം അവന്റെ അടുത്തേ ചെല്ലൂ. ചിലരുണ്ട് ഇവിടെ തന്നെ വലിയ പുള്ളികളുണ്ട്, ധനാട്ടിന്മാരുണ്ട്, കവറ് കൊണ്ട് ചുമ്മാ കാലിക്കവർ കൊണ്ടും കിട്ടുകളെ. അങ്ങനെയുള്ളവർ അങ്ങനെ പലതും ഉണ്ട്, പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ശുശ്രൂഷകളൊക്കെ ഇരുന്ന കാലത്ത് ഈ പൈസ എണ്ണുന്നിട്ട് ഞാനും പോയി നിൽക്കുവേ. ഞാനും കൂടെ എണ്ണും. കാലി കവർ ഇന്നടത്ത് ഇന്നാരെന്നും പറഞ്ഞുകൊണ്ട് എഴുതി കാലി കവർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ കാലി കവർ എഴുതുന്നവർ ഒന്നും ഇല്ലാത്തവരല്ല. യഥാർത്ഥ ഇവന്മാർക്ക് ഒരു കുറിപ്പൂടെ വെച്ചാ കൊടുക്കുന്നത്. നാണമില്ലടാ, വല്ല പണിക്കും പോയി കൊടുറാന്ന് ചോദിച്ചൊരു ചെറിയൊരു കുറിപ്പൂടെ. ഈ നാണം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കർത്താവ് പറഞ്ഞെന്തുവാ, യഹോവയായ ദൈവം പറഞ്ഞ അധ്വാനം, നീ വേർപ്പോടെ നീ ഭക്ഷണം കഴിക്കുന്നു. എവിടെ ആര് വേർക്കുന്നു? ഇപ്പൊ AC ഇല്ലാത്ത കാറുണ്ടോ? AC ഇല്ലാത്ത വീടുണ്ടോ? അവർക്ക് വേർക്കുന്ന പരിപാടിയൊന്നും പറ്റത്തില്ല. അതേസമയം പാറ പൊട്ടിക്കുന്നവനും തടി ചുമക്കുന്നവനും മറ്റേ അധ്വാനിക്കുന്ന കോൺക്രീറ്റ് പണിക്ക് പോകുന്നവനും കൃഷിപ്പണി ചെയ്യുന്നവനൊക്കെ ദേഹത്ത് അവൻ നല്ല വേർപ്പ് കളഞ്ഞ ദുഷിച്ച വേർപ്പെല്ലാം പോയി അത് ആരോഗ്യത്തോടാണ് നടക്കുന്നത്. ആ വേർപ്പിന്റെ അസുഖം ഉള്ളവന്മാർ, അല്ലെങ്കിൽ ആ വേർക്കുന്ന പണി ചെയ്യാൻ മനസ്സിലാത്തവന്മാരല്ലേ ഇന്ന് കൂതാശ കുർബാന തൊപ്പിത്തൊഴിലാളിയാകാൻ പോകുന്നത്. ഇത് ഉപജീവന മാർഗമാണെന്നേ. ഇത് ആത്മീയത ഇല്ല ഇതിനകത്ത്. ഇത് ഇവരുടെ തൊഴിലുറപ്പല്ലേ സത്യം പറഞ്ഞാൽ? അവരുടേതായ അവർക്ക് ഉറപ്പ് വരുത്തുക. പണ്ട് കുടുംബക്കാരെ ഒക്കെ ഈ വൈദിക വൃത്തിക്ക്
നിയമിക്കത്തുള്ളായിരുന്നു. പിന്നെ സെലക്ട് ചെയ്യുമ്പം നമ്മുടെ പിന്നെ ക്രിസോസം മാർത്തോമാ മെത്രാപ്പൊലീത്ത അദ്ദേഹമൊക്കെ പണ്ട് പുരാതന കാലം പോലെ വൈദിക പിന്നെ പണിയിൽ ഏർപ്പെട്ടിരുന്ന കുടുംബങ്ങളാ. അന്ന് അങ്ങനെയൊക്കെ എടുക്കാറില്ല. ഇന്ന് അതൊന്നും അല്ല, ഏതവനെ ഏത് കേട്ടാനേ എടുക്കും ഇന്ന് ഈ പണിക്ക് പഠിപ്പിക്കാൻ. ഞങ്ങൾക്കൊരു അച്ഛനുണ്ടായിരുന്നു, പുള്ളിക്കാരന് പുള്ളിക്ക് പക്ഷേ കർത്താവ് ശിക്ഷ കൊടുത്തു. പിന്നെ കുർബാനയും ചൊല്ലുമ്പോ വിഷു വരുമ്പം കാവി കൊടുത്തു നിന്ന് വിളക്ക് കത്തിച്ചു നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും. ശബരിമല സീസൺ വരുമ്പോ കറുത്ത തുണി കൊടുത്ത് ഭാര്യയും കൂടി ചേർന്ന് നിൽക്കും. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ ഇവിടുന്ന് പോയി. ഈ ഏതാണ്ട് എല്ലാ ഈ ഒരു 90% സ്വഭാവം ഇത് തന്നെ. ഈ അയാൾ ഫേസ്ബുക്കിൽ ഇത് പണി എടുത്ത് ഇട്ടതുകൊണ്ട് അറിഞ്ഞു എന്ന് മാത്രം. ബാക്കി എല്ലാവരും ഇതുപോലെ മറ്റേ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇതിനെ കാണുമ്പോ വാല് കാണിക്കും, മറ്റേനെ കാണുമ്പോൾ തല കാണിക്കും എന്ന് പറയുന്നത്. കൽപ്പന കൊടുത്തതില് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്, മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെയും പ്രതിമ വെക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുതെന്നാണ് ഒന്നാമത്തെ കൽപ്പന. അത് നമുക്ക് കൂടെ ചേർന്ന കൽപ്പനയാണ്. മെലിറ്റ എന്ന് പറഞ്ഞ ഒരു ദ്വീപിലെ അപകടത്തിൽപ്പെട്ട് പൗലോസ് ചെന്ന് അണലി കയ്യെ കയറി അത് കടിച്ചില്ല അയ്യപ്പൻ ചാവുമെന്ന് ഓർത്ത് അവരവിടെ ഇരുന്നപ്പോ അഥേന എന്ന് പറഞ്ഞ ഒരു നാട്, അവിടുത്തെ ആൾക്കാർ അന്ന് അയാളെ ഇവരെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അന്ന് അവിടെ ഉള്ളവര് വിളക്ക് കത്തിച്ചപ്പോൾ, അവരുടെ ദേവന് വേണ്ടി വിളക്ക് കത്തിച്ചപ്പോൾ അഥേന പുരുഷന്മാരെ നിങ്ങൾ ആരെയാ സേവിക്കുന്നത്, തെറ്റാണെന്ന് അന്ന് ധൈര്യത്തോടെ പറഞ്ഞ പൗലോസ്. ആ ആത്മാവ് ഇന്ന് എത്ര വൈദികന്മാർക്കുണ്ട്, എത്ര പാസ്റ്റർമാർക്കുണ്ട് അറിയാമോ? അന്നത്തെ കാലത്ത് പോലും ഈ വിളക്ക് കത്തിക്കലിനെ വിലക്കിയിരുന്നു. നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളവനാ? അടുത്തുകൂടാൻ വയ്യാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. അവന്റെ ശോഭ ഒന്ന് നോക്കിച്ചു. ആ കർത്താവിന്റെ പേര് കർത്താവിന്റെ ആത്മാവിനെ വികലമാക്കി മാനുഷിക ബുദ്ധിക്ക് തികഞ്ഞ രീതിയിൽ ചിത്രീകരിച്ച് മനുഷ്യന്റെ തലയ്ക്കുള്ളിൽ കയറ്റി വെച്ചിരിക്കുക. കർത്താവിന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കും. കർത്താവിന്റെ സാന്നിധ്യം ഒരിടത്ത് ഇറങ്ങി വരണമെങ്കിൽ എങ്ങനെ? നീ വിശുദ്ധനായെങ്കിലല്ല നിന്റെ ഇടയ്ക്ക് വന്ന് വസിക്കത്തുള്ളൂ. ഒരുത്തൻ ദൈവമുള്ളവനല്ലേ അവിടെ വന്ന് കൂടുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന്റെ മൂല്യം എന്തുവാ, അതിന്റെ ആഴം എന്തുവാ, അതിന്റെ നീളം വീതി ഒന്നും ഇവർക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് അവരിറങ്ങി അങ്ങ് പോവാ. ദൈവം ഇത് കേൾക്കുമോ? ഇവരുടെ ക്രമങ്ങൾ നടന്നത് ഏതോ കാലത്ത് ഏതോ ആടുങ്ങൾ എഴുതി വെച്ച ചില ക്രമങ്ങള് പതിറ്റാണ്ടുകളായി ഇവന്മാര് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. തത്തമ്മേ പൂച്ച. അതിനപ്പുറത്തേക്ക് ഇവന്മാർക്ക് ആ പ്രാർത്ഥനയുടെ അർത്ഥമോ വ്യാപ്തിയോ എന്തെങ്കിലും ഉണ്ടോ? അറിയത്തില്ല. പ്രാർത്ഥന എന്തുവാ? ഒരു വ്യക്തിയും ദൈവവും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു വ്യക്തിയും ദാവീദിന്റെ ചരിത്രം എടുത്താൽ നമുക്കറിയാം. ഇങ്ങേറ്റം നമുക്ക് പാപബോധം ഉണ്ടാകുന്ന രീതിയിൽ അയാൾ മുടിയനായ പുത്രനല്ലായിരുന്നു. അപ്പം കൊടുത്ത സ്വത്ത് മാത്രമേ ചെലവഴിച്ചുള്ളൂ. ദൂർത്തടിച്ചു കഴിഞ്ഞ് പന്നിക്ക് കൊടുക്കുന്ന ആഹാരം പോലും കിട്ടാത്ത സാഹചര്യം വന്നപ്പോൾ അവന് പാപബോധം ഉണ്ടായിട്ട്, ദൈവമേ എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്ര വേലക്കാർ ആഹാരം തിന്ന് ശേഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ ഭവനത്തിലേക്ക് നടന്നു. അപ്പോൾ അവിടെ ആ പിതാവിനെ കർത്താവിന്റെ സ്ഥാനത്താണ് ഉപമിച്ചിരിക്കുന്നത്. അകലിൽ നിന്ന് തന്നെ തന്റെ മകനെ കണ്ടിട്ട് പോയി കെട്ടിപ്പിടിച്ചപ്പോൾ ആ പുത്രൻ പറഞ്ഞു എന്താണെന്നറിയാമോ? അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല. എങ്കിലും നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണേ. ഒരു ചെറിയ സ്ഥാനം എനിക്ക് ഈ ഭവനത്തിൽ മതി. ആ ഒരു മൈൻഡ് ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടോ? ഇന്നത്തെ തലമുറയ്ക്ക് പാപബോധവുമില്ല, ദൈവഭയമില്ല. ദൈവഭയം ഉണ്ടെങ്കിൽ ഈ ഓണക്കളി കളിക്കൂ. ആരാധനാലയമുണ്ട്, പല ആലയങ്ങളുണ്ട്. ആതിരാലയമുണ്ട്, വിദ്യാലയമുണ്ട്, പിന്നുള്ള ആലയങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ആരാധിക്കുന്ന സ്ഥലത്ത് ദൈവാരാധന നടത്താവൂ എന്നുള്ളതാണ് എന്റെ പക്ഷം. ഞാൻ അതിനകത്തൊന്നും ഇനിയും ഇത് കെ സുധാകരൻ പറഞ്ഞ പോലെ വെള്ളം ചേർക്കത്തുമില്ല. ഇപ്പൊ നമ്മളും പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് പോലെയാണ്. ആ മുടിയനായ പുത്രന് ഉണ്ടായൊരു മാനസാന്തരം പോലെ ഈ ജനങ്ങൾ ഇതിനകത്തൊന്നും
ഒരാത്മീയതയും ഇല്ല. ഇവന്മാരും ഈ പൈശാചിക പിന്നെ ചിന്തകളിലൊന്നും ദൈവം ഇതിനകത്ത് വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ആളുകൾ തിരികെ അവനവന്റെ ഭവനങ്ങളിലിരുന്ന് ഒരു ആത്മപരിശോധന അതെ, അവനിലേക്ക് തന്നെ ഞാൻ നോക്കുന്ന ഒരവസ്ഥ. അതിനകത്ത് എന്റെ ഒരു അഭിപ്രായം പറയാം. ഉം. ഈ ഭവനങ്ങളിലുള്ള പ്രാർത്ഥന, കൂടി വരുമ്പോൾ കൂട്ടായ്മ പണ്ട് കാലങ്ങളിലാണ് നടന്നിരുന്നത്. ആദ്യ നൂറ്റാണ്ട് മുതൽ ഉണ്ട്. ഇപ്പം എല്ലാ സഭകളുടെയും പല പല കൂടി വരവുകളും നിന്നു പോയിട്ടുണ്ട്. ആ. ഇപ്പൊ ഉദാഹരണം തന്നെ ഇവിടെ പ്രാർത്ഥനാ കൂട്ടമുണ്ട്. ഞാൻ പോകുന്നില്ലായിരുന്നു, ഞാൻ പോയിക്കൊണ്ടിരുന്നതാ. ചിലരുടെ ചില ഈ ദിവസം ഞാൻ പോകുന്നില്ല. അപ്പൊ ഈയിടെയായിട്ട് ആ പ്രാർത്ഥന നിന്നു. അപ്പൊ അച്ഛൻ ചോദിച്ചോ പറഞ്ഞു, ആർക്കും വരാൻ മനസ്സില്ല. അപ്പൊ ഞായറാഴ്ച പ്രാർത്ഥനയാ, ഉം. അതങ്ങ് നിന്നു. ഉം. അപ്പൊ പിന്നെ പള്ളിയിൽ പോകുന്നവർ പോകും വരും എന്നേ ഉള്ളൂ. അപ്പൊ ഇതിനകത്തിപ്പം പിന്നെ കർത്താവ് വചനം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഉം. ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉം. ആ കാലത്തിൽ നമ്മൾ എത്തി നിൽക്കുക. അതുകൊണ്ട് ഇനിയും ഭവന പ്രാർത്ഥന കുടുംബങ്ങളിൽ മക്കളും മാതാപിതാക്കളും മക്കളും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ള അല്ലാതെ അല്ല, മറ്റൊരു രീതിയിലുള്ള തിരിച്ചു വരവ്, അതായത് നേരെ തിരിച്ചു. അതായത് ഈ ആത്മീയ കച്ചവടക്കാന്മാരുടെ ഭയമാണ് കുടുംബ കൂട്ടായ്മകൾ ശക്തി പ്രാപിച്ചു പോയി തിരിച്ച് ഇവരുടെ പൈശാചിക കേന്ദ്രങ്ങളിലേക്ക് ആള് കുറഞ്ഞാൽ ഈ കച്ചവടം നിൽക്കും. അന്നേരം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചുള്ള ഇതിനൊരു രണ്ടാം പരിഗണന അല്ലെ മൂന്നാം പരിഗണനയെ കുടുംബ കൂട്ടായ്മകൾ കൊടുക്കത്തുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഏതാ? പൈശാചിക കേന്ദ്രങ്ങളിൽ വന്നുള്ള ആരാധനയ്ക്കാ. കാരണം അത് ഇനി അതിന്റെ ഒരു തിരിച്ചുവരവിലേക്ക്, അതായത് ആദിമ സഭകളുടെ അല്ലെ ആദിമ കൂട്ടായ്മകളിലേക്ക് നമുക്ക് ഒരു തിരിച്ചുപോക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ അതിനെ പ്രവർത്തിക്കരുത്. അതായത് കുടുംബ കൂട്ടായ്മകൾ ശക്തി പ്രാപിച്ച് ഈ പൈശാചിക കേന്ദ്രങ്ങളിലേക്കുള്ള ആളുപോക്ക് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ. അങ്ങനെ ആരും ഇനിയും വരുമോ എന്ന് തോന്നുന്നില്ല. അങ്ങനെ വരണം. അത് ഇപ്പൊ അച്ഛൻ തന്നെ നോക്കുക. ഈ കഴിഞ്ഞ ആഴ്ച ഈ നോയമ്പ് അതിവിശുദ്ധം എന്ന് പറയുന്ന ഇവരുടെ കുർബാന കഴിഞ്ഞിട്ട് പള്ളി കടന്ന ഒരു പാതിരിയുടെ കണ്ണന്തരവ് കൊണ്ട് പള്ളിയിൽ തേരി തിരിഞ്ഞ് തമ്മിലടിക്കുക. അച്ഛൻ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത വാർത്ത. അന്നേരം ഇങ്ങനെയുള്ള അവസ്ഥ കണ്ടു കഴിയുമ്പം പുതിയ തലമുറ, അതായത് നമുക്ക് ഈ തലമുറയിൽ ഈ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ ഒരു റിസൾട്ട് വരാൻ പോകുന്ന തലമുറയില്ല. ഈ പുതുതലമുറ ഇത് കണ്ടല്ലേ, എന്നിട്ട് ഇവര് തന്നെ ചിന്തിക്കത്തില്ല, എടാ ഇവിടെ അതിവിശുദ്ധമെന്നും പവിത്രമെന്നും പറയുന്ന ഈ ആരാധനാലയം എന്ന് പറയുന്ന ഇവര് പറയുന്ന പൈശാചിക കേന്ദ്രത്തിൽ കിടന്ന് ഈ തമ്മിലടിയും ഈ അച്ഛന്മാരുടെ ഈ തമ്മിലടിപ്പീരും ചേരിതിരിവും ഈ പണിയും കണ്ട് ഇതിനകത്ത് ഒന്നും ദൈവമില്ല എന്നൊരു തിരിച്ചറിവ് ഈ ജനങ്ങൾക്ക് ഇവര് തന്നെ ഉണ്ടാക്കുന്ന, വേറെ ആരുടെ പറച്ചിലും കൊണ്ടല്ല. ഈ സഭകളുടെ അസ്ഥിവാരം തകർക്കുന്നത് ഈ മെത്രാന്മാരും ഈ ബിഷപ്പുമാരും ഈ പാതിരിപ്പണിക്കാരന്മാരും ചേർന്ന് ഇതിനകത്തൊന്നും ഒരു ആത്മീയതയില്ല, ഇതിനകത്ത് ദൈവമില്ല, തട്ടിപ്പാന്ന് ജനങ്ങളെ അവരുടെ മനസ്സിലാക്കി അവര് യഥാർത്ഥ ദൈവത്തിലേക്കാണ് പോകുന്നത്. ഈ മെത്രാന്മാരോ അല്ലെങ്കിൽ ബിഷപ്പുമാരോ അവരവരുടെ സ്ഥാനം ഒഴിയുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതാ പറഞ്ഞ, ഇവരാരും മരിച്ച പോലും ഏതെങ്കിലും ഒരു മെത്രാൻ അവന്റെ കസേര വിട്ടു കൊടുക്കോ? ഇല്ല. ജനങ്ങളുടെ മനസ്സിൽ തൂത്തറിയും. വിശ്വാസികൾ മനസ്സിലാക്കി ഇവന്മാര് പിശാചുക്കളാണെന്നും ഇവന്മാർക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? എന്തോ സംഭവിക്കാൻ പോകുന്ന എന്താ? ഇന്ന് തന്നെ നോക്കുക, അച്ഛൻ തന്നെ നോക്കുക, പള്ളികളില് എത്ര യുവതലമുറ, എത്ര ആളുകൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഓരോ പള്ളികളിലും ആളുകൾ കൂടുകയാണോ കുറയുകയാണോ? കുറയുക. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഓൾ ഓഫ് സഡൻ, അതായത് എത്രായിരം ആയിരക്കണക്കിന് വർഷങ്ങളായി പിന്തുടർന്ന് പോരുന്ന ഒരു ആചാരമാണ്, ഒരു താരിപ്പ, അവന്റെ മനസ്സിൽ അവന്റെ ബ്ലഡിൽ അലിഞ്ഞു പോയ സാധനമാണ്. ഒറ്റ സുപ്രഭാതം കൊണ്ട് ഈ മാറ്റം ഉണ്ടാകത്തില്ല. ഇത് ഗ്രാജുവൽ ചേഞ്ച് ആണ് ഇപ്പൊ നടക്കുന്നത്. നേരത്തെ ഇതുപോലെ പള്ളികളിൽ ഇതുപോലെ കിടന്ന് ഒരു പാതിരി വേഷക്കാരന്റെ മുന്നിൽ കിടന്ന് ഇതുപോലെ ആളുകൾ തമ്മിലടിക്കുവോ? അച്ഛനെ എടുത്ത് അവനെ തറലടിക്കാൻ നോക്കുവോ ആരെങ്കിലും? ഇന്നെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പള്ളിയിൽ ഇവരോടൊരു ബഹുമാനം ഉണ്ടോ? ഒരു ബിഷപ്പിനെയോ മെത്രാനെയോ പണ്ട് കാണുന്ന ഒരു അവസ്ഥയും ഇന്ന് കാണുന്ന അവസ്ഥ എന്താ? ഇന്ന് ഇവർക്ക് ബഹുമാനമൊന്നുമില്ല, പിന്നെ അവര് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അന്നേരം പിടിച്ചു വാങ്ങാൻ തോന്നുന്നു പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാം. ഇപ്പൊ ഒരു മ്ലേച്ഛനാന്ന് എടുത്തിട്ട് നമുക്കറിയാം, അവൻ നമ്മുടെ അടുത്ത് എത്ര അടുക്കാൻ നോക്കിയാലും നമുക്കറിയാമല്ലോ ഇവൻ ആരാന്ന്. ആ സാഹചര്യമാണ് ഇപ്പൊ ജനങ്ങളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ രണ്ട് സാധനങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടായാൽ, ഒന്നെങ്ങനെ മരിച്ചാൽ എങ്ങനെ കുഴിച്ചിടും, വിവാഹം, ഈ രണ്ട് സാധനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് ഈ സഭകളുമായിട്ട് ഇന്ന് ആളുകൾ 99% ഇന്നുള്ള ക്രിസ്ത്യാനികളും പള്ളിയിൽ പോകുന്നതിന്റെ ഉദ്ദേശം ഈ രണ്ട് കാര്യം നടത്താൻ വേണ്ടിയാ. ഇതിനൊരു സൊല്യൂഷൻ ഇവർക്കുണ്ടായാൽ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഉണ്ടായാൽ ഈ പൈശാചിക കച്ചവടങ്ങൾ അവിടെ നിൽക്കും. ഇതിപ്പോഴും പേടിയാ. ഇവിടെ പിള്ളേരെ കെട്ടിക്കത്തില്ല. എന്നെ ആയിരക്കണക്കിന് പേര് വിളിക്കാൻ പറഞ്ഞതാ, സാറേ ഇത് ഞാൻ ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാം, എല്ലാം പറയും, പക്ഷെ ഇത് കൊടുത്തേക്കല്ലേ,
കാരണം പിള്ളേരെ രണ്ടുപേരെ കെട്ടിക്കാനുണ്ട്. ഉം. ഉം. പിള്ളേരെ കെട്ടിക്കാനുണ്ട്. അല്ലെ പ്രായമായാലും പറയും ഇതേ എനിക്ക് ഞാൻ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുക. ഉം. അന്നേരം യുവമാർ എന്നെ അടക്കിയില്ലേ മക്കൾക്ക് ബുദ്ധിമുട്ടാവും. ഈ രണ്ട് വ്യാകുലതയുള്ള ആളുകൾക്ക്. വലിയ ഉപദേശിയായിരുന്നു മൂത്താമ്പാക്ക കൊച്ചുവിനെ ഉപദേശിച്ചു. അദ്ദേഹത്തെ അയാൾ പറഞ്ഞ സ്ഥലത്താണ് കൊണ്ടേ അടയ്ക്കുന്നത്, പള്ളിയിലൊന്നും അല്ലല്ലോ. അങ്ങനെ അടക്കുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരുവൻ ജഡത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നന്മയാകലും തിന്മയാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് ദൈവത്തിന്റെ ന്യായത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു വചന റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോ അതേ ഉള്ളൂ. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് ഇവനിട്ട് പ്രാർത്ഥിച്ചാലോ ഇവന്റെ പേര് കുർബാന നടത്തിയാലോ ഒന്നും ഒരു പ്രയോജനമില്ല. കാശ് വാങ്ങിച്ചെടുക്കാം. ഇപ്പൊ കത്തോലിക്കയിലൊക്കെ ഈയിടെ എന്റെ സുഹൃത്ത് പറഞ്ഞു ഒരു കുർബാനയ്ക്ക് 200 രൂപ കൊടുക്കണമെന്ന്. 200 പറഞ്ഞാൽ അത് പള്ളിയില്ല. പിന്നെ മറ്റേ അന്ന് എത്തുന്ന പാതിരിക്ക് എത്ര 1000 രൂപ 5000 ആ കുടുംബത്തിന്റെ അനുസരിച്ച് അത് പിന്നെ അവന്റെ പുറകെ വാലായിട്ട് വരുന്ന കപ്പിയാർക്ക് പിന്നെ പള്ളിയിലേക്കുള്ള എന്തെങ്കിലും സംഭാവന. അങ്ങനെ ഒരുപാട് അതുപോലെ കൂതാശകൾ വെച്ചിട്ടുണ്ട്. ഈ യാക്കോബായ സഭയിലൊക്കെ വർഷത്തിൽ ഒരിക്കലും എല്ലാ വീടും കൂതാശ ചെയ്യണമെന്ന്. അതും കാശാ. അത് പറഞ്ഞേ ഈ കൂതാശകൾ എന്ന് പറഞ്ഞാൽ കാശില്ലാത്ത കൂതാശ ഏതാന്ന് പറയാം. മരണം പോലും മറ്റേ മാമോദിസയ്ക്ക് കാശ് കൊടുക്കണം. ജനനം മാമോദിസ, പിന്നെന്താ വിവാഹം, പിന്നെ ഓർമ്മ കുർബാനകള്, പിന്നെ ഇതുപോലെ പിന്നെ മറ്റ് ഒരു 100 കണക്കിന് ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഓരോരോ കൂതാശകൾ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ എല്ലാം എന്തിനു വേണ്ടിയാ? അൾട്ടിമേറ്റ് അത് എന്ത് ചെയ്യുന്നത് എന്താ ആ കൂതാശയ്ക്ക്? ഒരു രസമില്ലാത്തുള്ളത് ഇപ്പൊ നോമ്പ് കാലമാണല്ലോ. പണ്ടത്തെ കാലത്ത് ഈ മെത്രാന്മാരാണെങ്കിലും നോമ്പ് കാലത്ത് വിവാഹത്തിന് അനുമതി കൊടുക്കില്ലായിരുന്നു. ഇപ്പോ കാശും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഉത്തരവ് അടിച്ചു കൊടുക്കും, സ്പെഷ്യൽ ഓർഡർ. അപ്പൊ ഇത് ആരുടെ പണിയാ? ഇത് പിന്നെ കാശിന്റെ പണിയാ. മാമോൻ. അപ്പോ കാശുണ്ടെങ്കിൽ എന്തും നടക്കും, എപ്പോ വേണമെങ്കിലും നടക്കും എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് നീ ദൈവവേല എന്ന് പറഞ്ഞ ആരാധനാലയത്തിൽ വന്നത് ആ വേല ചെയ്യാൻ മറ്റു വേലയ്ക്ക് എന്തിനാ പോകുന്നത്? ഉപദേശിപ്പണി ചെയ്യുക. നീ കുഴിച്ചു വലിക്കാൻ എന്തിനാ പോകുന്നത്? നിനക്ക് പിന്നെ ആടിനെ വളർത്തുന്നവന് പാലിന് അർഹനാണ്, പാല് കറന്നു കുടിക്കാൻ അർഹനാണല്ലോ. അപ്പൊ നിനക്ക് അന്നത്തേക്കുള്ള ആഹാരം നിനക്ക് ദൈവം തരുന്നുണ്ടല്ലോ, പിന്നെ ഈ പിടിച്ചു വയ്ക്കുന്ന എന്തിനാ? അപ്പൊ ഇന്നത്തെ ആധുനിക കാലത്തിലെ ജീവിത സാഹചര്യം അനുസരിച്ച് കാറ് വാങ്ങിക്കണം, പിള്ളേരെ പിന്നെ ആരുടെയെങ്കിലും ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യം പറയുന്ന പോലെ ഇവരുടെ എല്ലാ മക്കളും നല്ല നിലയിലാണ് പോകുന്നത്. അതുപോലെ എന്നെങ്കിലും ഒരിടയനും ഒരാട്ടിൻ പറ്റൂ എന്ന തരത്തിൽ ഇവന്മാർ എന്നും ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവന്മാർ ഒന്നിക്കാനുള്ള ഒരു സാഹചര്യം വച്ചാൻ വിഭാവനം അല്ലെങ്കിൽ അതിനൊരു സാധ്യത കാണുന്നുണ്ടോ? ഒരിടയനും ആട്ടിൻ പറ്റും എന്ന തരത്തിൽ ഇവന്മാരെല്ലാം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കാലത്ത് ഒന്നിക്കുന്നു. അതായത് ഇന്ന് ഓരോരോ സഭകൾ എന്ന പേരിൽ ഓരോരോ പൈശാചിക പ്രസ്ഥാനങ്ങളുടെ പേരിൽ ഇതിനെ ചിഹ്നഭിന്നമാക്കി ഡിസിന്റഗ്രേറ്റ്, ഇതിനെ ചെറുതാക്കി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമല്ലേ ഇത് ഒന്നിക്കേണ്ട കാലഘട്ടമായില്ലേ? അല്ല, ഇത് ഒന്നിച്ചാൽ അവസാനം വരുവാണ്. ഒന്നിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ഇസ്രായേൽ പോലും ഇപ്പം ഇവന്റെ കീഴിലാകും. അതറിയാമോ? അന്ത്യകാലത്ത് ഈ സഭകളെല്ലാം ഒന്നിക്കും. ഈ സഭകളെല്ലാം ഒന്നിച്ചിട്ട് സാത്താൻ കൊണ്ടിരുന്ന പിന്നെ നിയമങ്ങൾക്ക് ഒപ്പിടും. ഇസ്രായേലും അങ്ങനെ ചെയ്യും. ഹല്ലേലൂയ, അന്നാണ് ഇത് ആരംഭിച്ച് 7 വർഷം മഹോപദ്രവകാലം ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. 3 വർഷം സമാധാനപരമായിട്ട് പോകും. അടുത്ത 3 വർഷം പിന്നെ മഹോപദ്രവ കാലം. അന്നേരമാണ് കർത്താവ് മേഘങ്ങളിൽ വരുന്നത്. നിന്റെ ആത്മാവ് രക്ഷപ്പെടേണ്ടതിന് നീ തന്നെ നിന്നെ തന്നെ ശുദ്ധീകരിച്ച് കൊണ്ട് നടന്നാൽ മതി. അത്രേ പറ്റത്തുള്ളൂ. ഇനിയുള്ള കാലം സമാധാനം കിട്ടത്തില്ല, ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുക. ഇനി സമാധാനത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു പോയി. ഇത് രക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കപ്പെടാനുള്ള കാലഘട്ടങ്ങളാണ്. സുവിശേഷമൊക്കെ നിന്നു പോകും. ഈ കള്ളന്മാരെല്ലാം ദൈവം തമ്പുരാൻ പിടിക്കും. അപ്പൊ സുവിശേഷമൊക്കെ ഇനി നിന്നു പോകാൻ അത് കേൾക്കാൻ തന്നെ ആൾക്കാർ കൊതിക്കും. അങ്ങനെയുള്ള കാലഘട്ടം വന്നിരിക്കുന്നത്. കൂടുതൽ ഇനിയും കുറച്ചുകൂടെ അത് വെളിവാകാനുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചതേ ദൈവ തേജസ്സോടുകൂടിയാ. ദൈവ തേജസ്സുള്ളവരാണ്. നമുക്ക് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്.
ദൈവത്തെക്കാൾ അല്പം മാത്രം എല്ലാ സ്ഥാന ബഹുമാനങ്ങളും ഉള്ള മനുഷ്യനാണ് നമ്മൾ. അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചത്. കരുണ, സ്നേഹം, ഇതൊക്കെ സാദൃശ്യം എന്ന് പറയുന്നത് അതാ. നമ്മളെ പോലെ പരട്ട് മനുഷ്യനല്ല ദൈവം. പിന്നെ ദൈവത്തെ വെളിപ്പെടുത്തിയത് മനുഷ്യരിൽ കൂടെയാണ് എന്ന് മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു വന്നത് മനുഷ്യനായിട്ടാ, അല്ലാതെ കാളയായിട്ട് വന്നാൽ മനുഷ്യനെ രക്ഷിക്കാൻ നോക്കും. ഉറുമ്പായിട്ട് വന്നാൽ ഉറുമ്പായിട്ട് പോയെങ്കിൽ ഉറുമ്പിനെ വീണ്ടെടുക്കാൻ നോക്കും. മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യനായിട്ട് തന്നെ വന്നു. ഇത് ആദ്യകാലം മുതലേ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാരെങ്കിലും മനസ്സിലാക്കുന്നു. രക്ഷ എവിടാ? എന്തുവാ ഈ രക്ഷ? ആത്മാവിന് എവിടാ രക്ഷയുള്ളത്? എങ്ങുമില്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എവിടെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ? ഇല്ല. അതും പോട്ടെ, കർത്താവ് രണ്ടാമതും മടങ്ങി വരുവാൻ എത്ര സഭ പ്രസംഗിക്കുന്നു? കർത്താവ് വീണ്ടും വരുവാൻ എത്ര പേര് വിശ്വസിക്കുന്നു? ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ശോഷിപ്പ് നടന്നിട്ടുള്ളത്. അതാണ് നീ ചെയ്യുന്നത് പാവമാണെന്ന് ഒരുത്തനോട് ചൂണ്ടി പറയാനെ കൊണ്ട് ഒരു ആരാധനയെ നയിക്കുന്ന ഒരാൾക്ക് അധികാരമുണ്ട്. ആരാ ചോദിച്ചാൽ അയാൾ ആ ചോദിക്കുന്നവന്റെ കഴിച്ചു പോകും. ഇതാണ് ഇന്നത്തെ കാലം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.